ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. രാവിലെ 7:45 നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. 8 മണിയാവുമ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഫോട്ടോ പോയിന്റിലേക്ക് പോയി. മനോഹരമായ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ഫോട്ടോസും വീഡിയോസും എല്ലാം പകർത്തി. പാതയോരത്ത് പരന്നു കിടക്കുന്ന തേയില നിരകളുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുതിര സവാരിയും ഇവിടെ ലഭ്യമാണ്. മണി 9 ആയെങ്കിലും കടകളെല്ലാം തുറന്നു വരുന്നതേയുള്ളൂ. നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി അണക്കെട്ടും തടാകവുമാണ്. മാടുപ്പെട്ടി ഡാം അഥവാ മാട്ടുപ്പെട്ടി അണക്കെട്ട് പഴയ അണക്കെട്ടും വലിയ ജലാശയവുമാണ്. ഇവിടെ ബോട്ടിങ്ങിനും സൗകര്യമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് മലിനമാക്കിയിരിക്കുന്നത് സങ്കടമാണ്. ജലസംരക്ഷണത്തിനും ജലവൈദ്യുതി ഉത്പാദനത്തിനുമാണ് ഈ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. സമയം 9:15. കടകളൊന്നും ഇനിയും തുറന്നിട്ടില്ല. ഇവിടെ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ചായത്തോട്ടങ്ങളും പച്ചപർവ്വതങ്ങളും വൈവിധ്യമാർന്ന സസ്യജന്തുക്കളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി ഭംഗിയുമാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. 1940കളുടെ അവസാനത്തിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ജലവൈദ്യുത ഉത്പാദനത്തിനും ജലസേചനത്തിനുമായി വെള്ളം സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാറ്റുവിറ്റി അണക്കെട്ടാണ്. അണക്കെട്ട് സൃഷ്ടിച്ച റിസർവോയർ മാട്ടുപ്പെട്ടി തടാകം എന്നറിയപ്പെടുന്നു. തുറന്നു വെച്ച ഒരു കടയിൽ നിന്നും പേരിന് കുറച്ച് ഷോപ്പിംഗ് നടത്തി ഞങ്ങൾ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപമാണ് ഈ ഡാം. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറി. ഈ തടാകത്തിൽ ബോട്ടിങ്ങിനും സൗകര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അവിടെ എത്തി. ഇതാണ് സൺ മൂൺ വാലി ബോട്ടിംഗ് സെന്റർ. ഞങ്ങളുടെ സംഘം അവിടെ എത്തിയപ്പോൾ തുടങ്ങും മുമ്പ് തന്നെ ആവേശം നിറഞ്ഞിരുന്നു. ഇവിടേക്കുള്ള എൻട്രി ഫീ പെർ ഹെഡ് 40 രൂപയാണ്. 5 പേരടങ്ങുന്ന ഒരു സ്പീഡ് ബോട്ടാണ് എടുക്കുന്നത് എങ്കിൽ 1100 രൂപ ഫീസ്. 7 പേരടങ്ങുന്ന സംഘമാണ് സ്പീഡ് ബോട്ട് എടുക്കുന്നതെങ്കിൽ 1400 രൂപയാണ് ഫീസ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ആദ്യം. നമ്മൾ 7 പേരുണ്ടായിരുന്നു. 1400 രൂപയുടെ സ്പീഡ് ബോട്ടാണ് നമ്മൾ ഹയർ ചെയ്തത്. മാട്ടുപ്പെട്ടിയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിലൊന്ന് പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചയാണ്. അവയുടെ ഗംഭീരമായ കൊടുമുടികളും സമൃദ്ധമായ വനങ്ങളും. പിന്നെ അണക്കെട്ടും തടാകവും ഈ പ്രദേശത്തിന്റെ ഭംഗിയുടെ മാറ്റു കൂട്ടുന്നുണ്ട്. ഓരോരുത്തർക്കും ലൈഫ് ജാക്കറ്റ് എല്ലാം തന്നു. ഇനി ടിക്കറ്റ് കാണിച്ച് ബോട്ടിലേക്ക്. ബോട്ടിങ്ങിന്റെ സമയത്ത് ചുറ്റും കാണുന്ന കാഴ്ചകൾ ആരുടെയും മനം മയക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലെ വെള്ളത്തിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചെത്തിയപ്പോൾ ചിരിയും ആവേശവും നിറഞ്ഞൊരു ലോകം തന്നെ തുറന്നു. വെള്ളത്തിന് മുകളിൽ ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തിരമാലകളുടെ സംഗീതം പോലെ ചിരിയും സന്തോഷവും പടരുകയായിരുന്നു. ചിലർ ആവേശത്തോടെ കൈയടിച്ചു, ചിലർ വെള്ളത്തിന്റെ തണുപ്പ് ആസ്വദിച്ചു, മറ്റു ചിലർ കൂട്ടുകാരെ കളിയാക്കിയും തമാശ പറഞ്ഞും രംഗം പൊളിച്ചടുക്കി. ബോട്ടിന്റെ വേഗത്തിൽ മുഖത്ത് തട്ടിയ കാറ്റ് മനസ്സിന് പുത്തനുണർവേകി. ചുറ്റും പച്ചപ്പും വെള്ളവും കൂടി യാത്രയൊരു മനോഹരമായ സിനിമാ രംഗമാക്കി. ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തിരമാലകളുടെ ശബ്ദം, കൂട്ടുകാരുടെ ചിരി എല്ലാം കൂടി ഒരു മാജിക് തന്നെ സൃഷ്ടിച്ചു. ചിലർ സന്തോഷത്തോടെ വെള്ളത്തിൽ കൈയെത്തിച്ചു കളിച്ചു, ചിലർ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചു. എല്ലാം കൂടി പൊളിച്ചെടുക്കുന്നൊരു മൊമെന്റ്. സൗഹൃദത്തിന്റെ ശക്തി, ഒരുമിച്ചുള്ള സന്തോഷം, ജീവിതത്തിന്റെ ലളിതമായ രസം, അതെല്ലാം നിറഞ്ഞു നിന്നൊരു ദിനം. സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലെ ഈ യാത്ര ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കും. ഞങ്ങളെല്ലാവരും പതുക്കെ ബോട്ടിൽ നിന്നും ഇറങ്ങി. മാട്ടുപ്പെട്ടിയിലെ സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിൽ കൗബോയ് പാർക്ക് എന്ന പേരിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. കുറച്ച് ഷോപ്പിംഗ് കൂടെ നടത്തി ഓരോ ചായയും കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അടിപൊളി ഫീലാണ്. പറഞ്ഞറിയിക്കാനൊന്നും സാധിക്കില്ല. വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങൾ റെയിൻകോട്ട് എല്ലാം ഇട്ട് കുറച്ച് സമയം വണ്ടിയിൽ നിന്നിറങ്ങി റോഡ് സൈഡിൽ അങ്ങനെ നിന്നു. മൂന്നാർ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.